ഹായ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ബഹ്റിൻ യാത്രയാണ്. അങ്ങനെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും യാത്രയ്ക്ക് പറഞ്ഞിട്ട് ഞാനത് അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ എൻ്റെ പാസ്പോർട്ടും വിസയൊക്കെ ചെക്ക് ചെയ്തു. അതിനുശേഷം എന്നെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ടാറ്റയൊക്കെ കൊടുത്തു അങ്ങനെ അകത്തേക്ക് പോവുക. ഞാൻ ടാറ്റ കൊടുത്ത് പോയി തിരിഞ്ഞപ്പോൾ എൻ്റെ വിപിലു കരയാതെ പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം എൻ്റെ എമിഗ്രേഷനിലേക്ക് പോയി. അത് കഴിഞ്ഞു എൻ്റെ ലഗേജ് എല്ലാം കൊടുത്തു വിട്ടതിന് ശേഷം ഞാൻ എൻ്റെ ബോർഡിംഗ് പോയിൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബോർഡിംഗ് പോയിൻറ്റ്. ട്രിവാൻഡ്രം എയർപോർട്ടിലെ ബോർഡിംഗ് പോയിൻ്റാണ്. ഞാനും എൻ്റെ ബ്രദറും ഇവിടെ ഇങ്ങനെ സെറ്റായിരിക്കുകയാണ്. ഇനി അടുത്ത് ഫ്ലൈറ്റിലോട്ട് കയറാനുള്ള തത്രപ്പാടിലാണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് എത്തി. ആ ഫ്ലൈറ്റിലേക്ക് നടന്നു പോവുകയാണ്. നമ്മുടെ പൈലറ്റുമാർ എൻജിൻ സ്റ്റാർട്ടാവണമെന്ന് പറഞ്ഞാൽ നോക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഫ്ലൈറ്റ് റെഡിയാണ്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പോകാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണ് ഈ അപ്പൻ നമ്മളെ അകത്തേക്ക് കയറ്റി നമ്മുടെ സീറ്റെല്ലാം കാണിച്ചു തന്നു. അവിടെ 3ാമത്തെ സീറ്റാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു ട്വിസ്റ്റ് ഉണ്ടായത്. നമ്മൾ യാത്ര ചെയ്യുന്നൊരു ബിസിനസ് ക്ലാസ്സിലാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തത് എക്കണോമിക്കലാണെങ്കിലും നമുക്ക് ബിസിനസ് ക്ലാസ്സിലാണ് സീറ്റ് കിട്ടിയത്. അവിടുത്തെ എല്ലാ ഇതും ഉണ്ടായിരുന്നു. ആദ്യമേ വെൽക്കം ഡ്രിങ്ക് തന്നു. വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് ഒരു രക്ഷയില്ലാത്ത വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു. അതിനുശേഷം പുഴുങ്ങിയ ഒരു ടവലൊക്കെ കൊണ്ട് തന്നു. നല്ല ചൂടുണ്ടായിരുന്നു. ഫ്ലൈറ്റിനകത്ത് കയറിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. അങ്ങനെ മുഖമൊക്കെ തുടച്ചു ഒന്ന് ഫ്രഷായി. അതിനുശേഷം നമുക്ക് അടുത്തായി ഇതാ കജൂറ് കൊണ്ടുവന്നു. ജസ്റ്റ് ഇത് ബിസിനസ് ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ. അങ്ങനെ അടുത്ത ലിസ്റ്റ് ഞാൻ നോക്കുകയാണ്. അടുത്ത് എന്ത് വേണമെന്ന് ഓർഡർ ചെയ്യണമായിരുന്നു. അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നു. ഒരു കയ്പ്പായിട്ടുള്ള സാധനമായിരുന്നു കേട്ടോ. പക്ഷേ കൊള്ളാം, ടേസ്റ്റുണ്ട്. ഞാൻ കുറച്ച് കുടിച്ചു, ബാക്കി അനിയനും കുടിച്ചു. അടുത്ത് ഫ്ലൈറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമുക്ക് ഇൻസ്ട്രക്ഷനൊക്കെ തരാനായിട്ട് മാഡം അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ രണ്ടുപേരും വെയിറ്റിംഗ് ആണ്. ഫ്ലൈറ്റിന് ഇപ്പോൾ എടുക്കും. സീറ്റ് ബെൽറ്റൊക്കെ ഇടണമെന്നെല്ലാം അവർ ഇൻസ്ട്രക്ഷൻ തരികയാണ്. പിന്നെ ബാർ മെനു ഒക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് എടുത്തു. ഫ്ലൈറ്റ് ഇങ്ങനെ മൂവ് ആവാനായിട്ട് തുടങ്ങി. ഞാനിങ്ങനെ അത് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്, ഇതെങ്ങനെയാണ് സംഭവം എന്നൊക്കെ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങി നമ്മളെ ട്രിവാൻഡ്രം കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്ലോ ആയിട്ട് പോകുന്നത് തോന്നുന്നു, പക്ഷെ നല്ല സ്പീഡുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അകത്ത് നമുക്ക് പുതയ്ക്കാനായിട്ട് ബ്ലാങ്കറ്റൊക്കെ കൊണ്ട് തന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു മിനറൽ വാട്ടർ ഉണ്ടായിരുന്നു. ഗൾഫ് എയർ ആയിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. അത് കഴിഞ്ഞതാ വൈൻ, കാഷ്യൂനട്ട്, പിസ്ത, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കഴിക്കാനായിട്ട് കൊണ്ടുവന്നു. ജസ്റ്റ് ടച്ചപ്പായിട്ടൊക്കെ കഴിച്ചു. വൈൻ നല്ല കയ്പ്പായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കണം എന്നുള്ളൊരു ഇതിലങ്ങ് കഴിച്ചായിരുന്നു. ലാസ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു. കുടിച്ച് തീർന്ന് എൻ്റെ കിളി അങ്ങ് പറന്നു. അത് ആ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായിരുന്നു എൻ്റെ അവസ്ഥ. കുറച്ച് നേരം കിളിയൊക്കെ പറന്നങ്ങ് ഇരിക്കുകയായിരുന്നു. പക്ഷേ കിടിലായിരുന്നു കേട്ടോ. ബിസിനസ് ക്ലാസ് യാത്ര ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞ് നമുക്കുള്ള ഫുഡ് ഇതാ അപ്പച്ചൻ കൊണ്ടുവന്നു. പുള്ളിക്കാരൻ നല്ല സ്മാർട്ടാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ കൊണ്ടുവന്നു. നല്ല ക്വാളിറ്റി ആയിരുന്നു ഫുഡെല്ലാം. ഫ്ലൈറ്റിനകത്തുള്ള ഫുഡെല്ലാം നല്ല ക്വാളിറ്റിയാണ്. ഫസ്റ്റ് ക്വാളിറ്റി ഫുഡൊക്കെ തരുന്നത്. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി. അനിയനും വേറെ ഫുഡ് ഓർഡർ ചെയ്തു. അടിപൊളി ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് ഇനി ഇത് കഴിക്കാനായിട്ട് ഫോർക്കൊക്കെ ഒന്ന് എടുക്കണം. എല്ലാം നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഫോർക്കും സ്പൂണും എടുത്ത് ഞാൻ എൻ്റെ പരിപാടി തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവരൊരു ബന്നും കൂടെ കൊണ്ടുവന്നു കേട്ടോ. അതൊരു രക്ഷയില്ല. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുക. അങ്ങനെ ആ ബന്നും കിട്ടി. അത് കഴിഞ്ഞ് ഹണിയും ജാമും കൊണ്ടുവന്നു. അങ്ങനെ അനിയൻ ജാം എടുത്തു. ഞാനാണെങ്കിലോ നല്ല ഹണി, ഫസ്റ്റ് ക്വാളിറ്റി ഹണി ഞാൻ എടുത്ത് സെലക്ട് ചെയ്യുകയും ചെയ്തു. എനിക്ക് ആ ഹണി തന്നിട്ട് പുള്ളിക്കാരി പോയി. അതിനുശേഷം നമ്മുടെ ഡിഷസിൻ്റെ ഒരു ഫുൾ ഫ്രെയിം വീഡിയോ ഞാനിങ്ങനെ പാൻ ചെയ്തെടുക്കുകയായിരുന്നു. അതിനുശേഷം നമ്മുടെ
ഫുഡ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ ഒരു സ്പൂൺ എടുത്ത് കഴിച്ചു, ഒരു രക്ഷയില്ല. വേറെ ലെവല് സാധനം കേട്ടോ, നല്ല ക്വാളിറ്റിയാണ് ഫുഡൊക്കെ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ടേസ്റ്റൊക്കെ വേറെ ലെവല് സാധനം. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു രക്ഷയില്ല കേട്ടോ. ഒരു കോമ്പിനേഷനൊക്കെ ബട്ടറും പിന്നെ നമ്മുടെ നാട്ടിലെ തൈരും ജാമും കൂടെയൊക്കെ ഇട്ടൊരു സെറ്റപ്പ്. അങ്ങനെ കിടിലം, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. അടിപൊളി ഫുഡായിരുന്നു. അതിനുശേഷം ഹണി ഓപ്പൺ ചെയ്തു, ആ ബന്നൊക്കെ എടുത്ത് അതിലോട്ടൊന്ന് മുക്കി അതിനെ ചുറ്റിയെടുത്ത്, എൻ്റെ അമ്മോ ആ ഒരു വൈബുണ്ടല്ലോ, ഒരു രക്ഷയില്ല. അത് കഴിക്കണം മക്കളെ, എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ തൈരും ജാമും. അതങ്ങനെ മിക്സ് ചെയ്ത് അതൊന്ന് കഴിച്ചു, ഒരു രക്ഷയില്ല കേട്ടോ. അതെല്ലാം കഴിച്ചിരിക്കുന്നപ്പോഴത്തേക്ക് നമ്മളത് ബഹ്റിനിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ ബഹ്റിൻ കൺട്രി, അതിൻ്റെ മേളിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് എത്തി, ലാൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ഒരു ഇടിയുണ്ട് കേട്ടോ. എൻ്റെ അമ്മ പേടിച്ചു പോകും. നമ്മളൊക്കെ എല്ലാവരും പേടിക്കുന്ന ഒരു സിറ്റുവേഷനായി ഈ ലാൻഡ് ചെയ്യുന്ന സമയം. അങ്ങനെ നമ്മളിതാ ലാൻഡ് ചെയ്തു, എയർപോർട്ടിലേക്ക് അകത്തേക്ക് കയറി. ഇനി ഈ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഒരു കാഴ്ചയാണ് ഇതാ കാണുന്നത്. ഈ മദ്യ കുപ്പികൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഷോപ്പ് എന്ന് തന്നെ പറയാം. ലക്ഷങ്ങൾ വിലയുള്ള മദ്യങ്ങൾ ഇത് അടുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ലക്ഷങ്ങൾ വിലയായി ഈ മദ്യത്തിനൊക്കെ. അങ്ങനെ എന്നെ കൊണ്ടുപോകാനായിട്ട് എൻ്റെ കമ്പനിയിൽ നിന്ന് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലെത്തും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.